അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. വായനാ ദിനത്തോടനുബന്ധിച്ച് കേരള ലിറ്റററി സൊസൈറ്റിയുടെ മീറ്റിംഗ് KLS പ്രസിഡന്റ് ഷാജു ജോണിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. തന്റെ വായനാ അനുഭവങ്ങളും ജീവിതയാത്രയിലെ ചില ഏടുകളും പങ്കുവച്ച് ഷാജു ജോൺ നടത്തിയ ആമുഖ പ്രസംഗത്തിന് ശേഷം KLS അംഗങ്ങൾ തങ്ങളുടെ വായനയെക്കുറിച്ചും അതിന് സഹായിച്ച ഘടകങ്ങളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. തന്റെ വായനാനുഭവങ്ങളും ജീവിതയാത്രയിലെ ചില ഏടുകളും പങ്കുവച്ച് ഷാജു ജോൺ നടത്തിയ ആമുഖ പ്രസംഗത്തിന് ശേഷം KLS അംഗങ്ങൾ തങ്ങളുടെ വായനയെക്കുറിച്ചും അതിന് സഹായിച്ച ഘടകങ്ങളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയുടെ മെമോർ ബിക്കമിങ്ങിന്റെ മലയാള വിവർത്തനം നടത്തിയ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്റ്റിൻ മലയാളം ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ ദർശന മനയത്ത തന്റെ വിവർത്തനാനുഭവങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അനുപ സാമുവൽ യോഹന്നാൻ, ജോസ് ഓച്ചാലിൽ, ആൻസി ഓച്ചാലിൽ, മീനു എലിസബത്ത്, CV ജോർജ്, റോസമ്മ ജോർജ്, സിജു ജോർജ്, ഉഷ രാജേന്ദ്രൻ എന്നിവരും തങ്ങളുടെ വായനാ വഴികളും വായനാനുഭവങ്ങളും പങ്കുവച്ചു. അൽഫോൻസ ഷാജു, ലിസി യോഹന്നാൻ, ഷാജി മാത്യു, രാജേന്ദ്രൻ നായർ, ഷിജു വടക്കേമണ്ണിൽ, ഹരിദാസ് തങ്കപ്പൻ, അനശ്വർ മാമ്പള്ളി എന്നിവരും മീറ്റിംഗിൽ പങ്കെടുത്തു. കടൽ കടന്നു വന്നിട്ടു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സ്വന്തം മാതൃഭാഷയെ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം സമാന ഹൃദയരുടെ ആ കുടുംബ സംഗമം എന്തുകൊണ്ടും വിജ്ഞാനപ്രദവും അവിസ്മരണീയവുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. 1776 ജൂലൈ 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സ്ഥാപിച്ചുകൊണ്ട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചതിനെ അനുസ്മരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 4 ഡാളസ് കേരള അസോസിയേഷൻ സമുചിതമായി ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഡാളസ് ഫോർട്ട് വർത്ത് മേഖലയിൽ നിന്നും നിരവധി പേർ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഗാർലൻഡിലുള്ള കേരള അസോസിയേഷൻ ഓഫീസ് പരിസരത്ത് എത്തിച്ചേർന്നിരുന്നു. പതാക ഉയർത്തുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളും മുതിർന്നവരും ചേർന്ന് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഡാളസിലെ ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് ഡാളസ് ഫോർട്ട് വർത്ത് സിറ്റി മേഖലകളിൽ നിന്നും നിരവധി പേർ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഗാർലൻഡിലുള്ള കേരള അസോസിയേഷൻ ഓഫീസ് പരിസരത്ത് എത്തിച്ചേർന്നിരുന്നു. പതാക ഉയർത്തുന്നതിനു മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളും മുതിർന്നവരും ചേർന്ന് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മഞ്ജിത് കൈനിക്കര സ്വാഗതം ആശംസിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്നും എത്തിച്ചേർന്ന നമ്മളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ വില എന്താണെന്ന് ആവർത്തിക്കേണ്ടതില്ല എന്നും പ്രസിഡന്റ് പറഞ്ഞു. തുടർന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര പശ്ചാത്തലം പ്രസിഡന്റ് വിവരിക്കുകയും എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയും ചെയ്തു. ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഷിജു എബ്രഹാം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബോബൻ കൊടുവത്ത്, ടോമി നെല്ലുവേലിൽ, സുബി ഫിലിപ്പ്, ജെയ്സി രാജു, വിനോദ് ജോർജ്, സാബു മാത്യു, ഫ്രാൻസിസ് തോട്ടത്തിൽ, സെബാസ്റ്റ്യൻ പ്രാക്കുഴി, ജോർജ് വിലങ്ങോലിൽ, ഹരിദാസ് തങ്കപ്പൻ, രാജൻ ഐസക്, സിജു വി ജോർജ്, ബേബി കെടുവത്ത് തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള അസോസിയേഷൻ ആദ്യകാല പ്രവർത്തകൻ ശ്രീ I വർഗീസിന്റെ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കു ശേഷം പങ്കെടുത്ത എല്ലാവർക്കും മധുര വിതരണവും പ്രഭാത ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ബിസിനസ് സെന്റർ ഹ്യൂസ്റ്റണിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹ്യൂസ്റ്റൺ ടു നോർത്ത് പോയിന്റ് ഡ്രൈവിൽ ആരംഭിച്ച ബിസിനസ് സെന്റർ ഉദ്ഘാടന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിസിനസ് ഫോറം ചെയർ ജെയിംസ് കോഡൽ സ്വാഗത പ്രസംഗം നടത്തി. ജഡ്ജ് ജൂലി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിസിനസ് ഫോറം ചെയർമാൻ ജെയിംസ് കൂടൽ സ്വാഗത പ്രസംഗം നടത്തി. ജഡ്ജ് ജൂലി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ ബിസിനസ് ഫോറം ചെയർമാൻ സുനിൽ കൂഴമ്പാല, സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സക്കറിയ കോശി, ഹ്യൂസ്റ്റൺ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അനീഷ് ജോസഫ്, അമേരിക്ക റീജിയൻ ചെയർമാൻ ജേക്കബ് കുടശനാട്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് വൈസ് പ്രസിഡന്റ് ജിമോൻ, അമേരിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ് റൈന സുനിൽ എന്നിവർ പ്രസംഗിച്ചു. അമേരിക്കയിലെ വിവിധ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തിൽ മേയർ കെൻ മാത്യു, ജഡ്ജ് ജൂലി മാത്യു, സുനിൽ കൂഴമ്പാല,
ജേക്കബ് കുടശനാട്, ജിമോൻ, സാമൂഹിക പ്രവർത്തകൻ ജോൺ W. വർഗീസ് എന്നിവരെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിരവധി ഫോമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ബേബി മണക്കുന്നേൽ നയിക്കുന്ന ഫോമ ടീം യൂണിറ്റി സ്ഥാനാർത്ഥികൾ ഇലക്ഷന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹ്യൂസ്റ്റണിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബേബി മണക്കുന്നേൽ ഇലക്ഷൻ കമ്മീഷണർ അനു സക്കറിയയ്ക്ക് പത്രിക സമർപ്പിച്ചു. ഹ്യൂസ്റ്റണിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബേബി മണക്കുന്നേൽ ഇലക്ഷൻ കമ്മീഷണർ അനു സക്കറിയയ്ക്ക് പത്രിക സമർപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫോമ പ്രവർത്തകർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഷാലു പുനൂസ് ഫിലാഡൽഫിയയിൽ മാതൃകാ സംഘടനാ മാപ്പിൽ നടന്ന ചടങ്ങിൽ പത്രിക അനു സക്കറിയയ്ക്ക് നൽകി. ന്യൂജേഴ്സിയിൽ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി ബൈജു വർഗീസ് പത്രിക സിംബോളിക്കായി ദിലീപ് വർഗീസിനു നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫൊക്കാനയുടെ 2022-24 വർഷങ്ങളിലെ സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2024 ജൂലൈ 18 മുതൽ 20 വരെ നോർത്ത് ബെതസ്തയിലെ മോൺഗോമറി കൗണ്ടി കോൺഫറൻസ് സെന്ററിൽ നടക്കാനിരിക്കുന്ന ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ 21ാമത് ദേശീയ കൺവെൻഷനിലായിരിക്കും അവാർഡുകൾ സമ്മാനിക്കുക എന്ന് ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു. പ്രമുഖ അമേരിക്കൻ മലയാളി സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ കോശി തലക്കൽ അധ്യക്ഷനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് മലയാള രചനകളുടെ പുരസ്കാരത്തിന് അർഹരായവരെ തിരഞ്ഞെടുത്തത്. പ്രമുഖ അമേരിക്കൻ മലയാളി സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ കോശി തലക്കൽ അധ്യക്ഷനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് മലയാള രചനയുടെ പുരസ്കാരത്തിന് അർഹരായവരെ തിരഞ്ഞെടുത്തത്. ആംഗലേയ സാഹിത്യ പുരസ്കാരത്തിനുള്ള കൃതികൾ തിരഞ്ഞെടുത്തത് സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ സണ്ണി മാത്യൂസ് അധ്യക്ഷനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ്. മികച്ച സാഹിത്യകാരന്മാരും നിരൂപകരും അടങ്ങിയതായിരുന്നു ജഡ്ജിംഗ് കമ്മിറ്റി. പുരസ്കാരങ്ങൾ നേടിയ സാഹിത്യകാരന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു. ഗീത ജോർജ് കോർഡിനേറ്ററും ബെന്നി കുര്യൻ ചെയർമാനും സണ്ണി മറ്റമന കോ ചെയർമാനുമായിട്ടുള്ള അവാർഡ് കമ്മിറ്റിയുടെയും ജഡ്ജിംഗ് കമ്മിറ്റിയുടെയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. കേരളത്തിൽ അക്കാദമി അവാർഡ് പോലുള്ള അവാർഡുകൾക്ക് തുല്യമായാണ് ഫൊക്കാന സാഹിത്യ അവാർഡിനെ അമേരിക്കൻ മലയാളികൾ നോക്കിക്കാണുന്നതെന്ന് അവാർഡ് കമ്മിറ്റി കോർഡിനേറ്ററായ ഗീത ജോർജ് അറിയിച്ചു. ഫൊക്കാനയുടെ ആരംഭകാലം മുതൽ സാഹിത്യ പുരസ്കാരങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകിയിരുന്നതായി ഗീത കൂട്ടിച്ചേർത്തു. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റ് തകഴി ശിവശങ്കരപിള്ളയുടെ വീട്ടിലെ ഷോക്കേസിൽ അദ്ദേഹത്തിന് കിട്ടിയ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരത്തിനൊപ്പം ഫൊക്കാന സാഹിത്യ അവാർഡിന്റെ ഫലകവും സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഫൊക്കാന അവാർഡിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്ന് അവാർഡ് കമ്മിറ്റി ചെയർമാൻ ബെന്നി കുര്യൻ അറിയിച്ചു. അമേരിക്കയിലും കാനഡയിലുമുള്ള എഴുത്തുകാരുടെ 2022 മെയ് മാസം മുതൽ പുരസ്കാര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച കൃതികളാണ് അവാർഡിന് പരിഗണിച്ചത്. അവാർഡ് ലഭിച്ച കൃതികൾ കേരളത്തിൽ നിന്നുള്ള സൃഷ്ടികളെക്കാൾ ഒട്ടും മാറ്റുകുറഞ്ഞതല്ലെന്ന് ജൂറി വിലയിരുത്തി. അവാർഡിന് അർഹരായ നിരവധി ജേതാക്കൾക്ക് തങ്ങളുടെ പ്രഥമ പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏറെ ഇരുത്തം വന്ന സാഹിത്യകാരന്മാരുടെ മികച്ച കൃതികൾക്കൊപ്പം വയ്ക്കാവുന്ന ഗുണനിലവാരമുള്ള സൃഷ്ടികളാണ് സമ്മാന അർഹമായതെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തിയതായി കോ ചെയർമാനായ സണ്ണി മറ്റമന അറിയിച്ചു. കൂടാതെ അവാർഡിനായി ലഭിച്ച ഓരോ കൃതികളും ഒന്നിനൊന്ന് മികച്ചവയായിരുന്നുവെന്നും ഏറെ അവധാനതയോടെ പരിശോധിച്ചാണ് കൃതികൾ അവാർഡിന് പരിഗണിച്ചതെന്നും കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ന്യൂജേഴ്സിയിൽ അമിക്കോസ് ഗ്ലോബൽ കൺവെൻഷന് മുന്നോടിയായുള്ള സമ്മേളനം ജൂൺ 29 വിജയകരമായി നടത്തി. മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിൽ അമേരിക്കയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂൺ മാസം 28, 29, 30 എന്നീ തീയതികളിൽ സംഘടിപ്പിച്ച ഈ വർഷത്തെ ത്രിദിന റീജിയണൽ കൺവെൻഷൻ സമാപിച്ചു. ജൂലൈ 6, 7 തീയതികളിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന യോങ്കേഴ്സ് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ ജൂൺ 30-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം കൊടിയേറി. മാർത്തോമ സഭ സീനിയർ വികാരി ജനറലായി റവറന്റ് ഡോക്ടർ ഈശോ മാത്യു 2024 ജൂലൈ 1 ചുമതലയേറ്റു. വെസ്റ്റ്ചെസ്റ്റർ ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സോക്കർ ക്യാമ്പ് ജൂൺ 1-ാം തീയതി ആരംഭിച്ചു, 22-ാം തീയതി സമാപിച്ചു. മലയാളി പെന്തക്കോസ്റ്റ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ഹ്യൂസ്റ്റണിലുള്ള ജോർജ് ആർ ബ്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ നാഷണൽ കൺവീനർ പാസ്റ്റർ ഫിന്നി ആലുംമൂട്ടിൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. വടക്കേ അമേരിക്കയിലെ ക്നാനായ സമുദായത്തിന്റെ ഏറ്റവും വലിയ സംഘടനയായ ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 15ാം കൺവെൻഷന് സാൻ ആന്റോണിയോയിൽ പ്രൗഢമായ തുടക്കം കുറിച്ചു. സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയിൽ ജൂൺ 23 ഞായറാഴ്ച സൺഡേ സ്കൂൾ 10th ഗ്രേഡ് കുട്ടികളുടെ ഗ്രാജുവേഷൻ നടത്തി.
ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.